വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു ഹോട്ട് ടോപ്പിക് ആണ്, ഏഷ്യൻ ഗെയിംസ് ആണ്. 2022 നടക്കേണ്ടിയിരുന്ന ഏഷ്യൻ ഗെയിംസ് 2023 അല്ലെ? കോവിഡിന്റെ കാരണങ്ങളെ ചൊല്ലി 2023 നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചും ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് നടന്നത്, ഇന്ത്യൻ പതാക എന്തിയിട്ടുള്ളവരെ കുറിച്ചും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്കിൽ നമുക്ക് ഏഷ്യൻ ഗെയിംസിന്റെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇനി നമുക്ക് ഏഷ്യൻ ഗെയിംസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ആദ്യം തന്നെ എന്താണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത് എവിടെയാണെന്ന് പഠിച്ചു വെക്കണം. 2023 നടന്നിരുന്നത്. 2022 നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കോവിഡിന്റെ കാരണങ്ങളെ ചൊല്ലി 2023 എന്ത് നടന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. ഇത് എവിടെയാണ് വേദിയായത്? ഹാങ് ചൗ ചൈനയാണ് വേദിയായിട്ടുള്ളത്. എവിടെയാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത്? ചൈനയായിരുന്നു. ചൈനയിൽ ഹാങ് ചൗ ചൈനയാണ് വേദിയായിട്ടുള്ളത്. ഏഷ്യൻ ഗെയിംസ് നടന്നത് എന്നാണെന്നാ നമ്മൾ പറഞ്ഞത്? 2023 പറഞ്ഞു. 2022 നടക്കേണ്ടിയിരുന്നതായിരുന്നു. 2022 നടക്കേണ്ടിയിരുന്നത് കോവിഡിന്റെ കാരണങ്ങളാൽ 2023 നടന്നത്. 23 കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 23, 2023 സെപ്റ്റംബർ 23 ടു 2023 ഒക്ടോബർ 8 വരെയാണ് ഏഷ്യൻ ഗെയിംസ് എവിടെ നടന്നത്? ചൈനയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2023 സെപ്റ്റംബർ 23 ടു ഒക്ടോബർ 8 വരെയാണ് കേട്ടോ. ഒക്ടോബർ 8 വരെയാണ്. എവിടെയാണ് വേദിയായത്? ചൈനയാണ് വേദിയായിട്ടുള്ളത്. ഇനി ഇതിന്റെ ആപ്തവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഹേർഡ് ടു ഹേർഡ് അറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ്. എന്താണ് ഹേർഡ് ടു ഹേർഡ് അറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് 19ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വേദി പഠിച്ചു വെക്കണം. എന്ന് തൊട്ട് എന്ന് വരെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ആപ്തവാക്യം പഠിച്ചു വെക്കണം. 3 കാര്യങ്ങൾ ഇവിടെ കിട്ടി. 3 മാർക്ക് സെറ്റ് ആണ്. സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയതായി ഉൾപ്പെടുത്തിയ മത്സര ഇനങ്ങളാണ്. ഏഷ്യൻ ഗെയിംസിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയ മത്സര ഇനങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കും. ഈ സ്പോർട്സും ബ്രേക്ക് ഡാൻസുമാണ് ഉൾപ്പെടുത്തിയത്. ഏതൊക്കെയാണ് ഉൾപ്പെടുത്തിയത്? ഈ സ്പോർട്സും ബ്രേക്ക് ഡാൻസുമാണ് ഏഷ്യൻ ഗെയിംസിൽ പുതിയതായി ഉൾപ്പെടുത്തിയ മത്സര ഇനങ്ങൾ എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം 45 രാജ്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. എത്ര രാജ്യങ്ങളാണ്? 45 രാജ്യങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രതീക്ഷിക്കാതെ ഈ ഭാഗത്ത് 45 രാജ്യങ്ങൾ ഏതിന്? ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തു. ഉദ്ഘാടന വേദി എവിടെയായിരുന്നു? ബിങ് ലോട്ടസ് സ്റ്റേഡിയം. നമ്മുടെ ചൈനയിലെ ബിങ് ലോട്ടസ് സ്റ്റേഡിയം ആണ് ഉദ്ഘാടനത്തിന് വേദിയായിട്ടുണ്ടായിരുന്നത്. ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. പുതിയതായി ഉൾപ്പെടുത്തിയ മത്സര ഇനങ്ങൾ ഈ സ്പോർട്സും ബ്രേക്ക് ഡാൻസുമാണ്. അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന് വേദിയായത് ബിഗ് ലോട്ടസ് സ്റ്റേഡിയം ചൈനയാണ്. എത്ര ടീമുകളാണ്? 45 രാജ്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഓർത്തു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഉയർത്തിയവർ ആരൊക്കെയാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ത്യൻ പതാക ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവർ ആരൊക്കെയാണ്? ഉദ്ഘാടന ചടങ്ങിലാണ് കേട്ടോ. ഹർമൻ പ്രീത് സിംഗ്, നമുക്കറിയാം ഹോക്കി താരമാണ് ഹർമൻ പ്രീത് സിംഗും ലവ്ലീന ബോർഗോഹെയ്നും, ബോക്സിംഗ് താരമായിട്ടുള്ള ലവ്ലീന ബോർഗോഹെയ്നും ചേർന്നാണ് എന്താ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഉയർത്തിയവര്. അപ്പൊ ഹർമൻ പ്രീത് സിംഗ്, ഹോക്കി താരമായിട്ടുള്ള ഹർമൻ പ്രീത് സിംഗും അതുപോലെ തന്നെ ലവ്ലീന ബോർഗോഹെയ്നും ചേർന്ന ബോക്സിംഗ് താരമാണ്. ഇവര് രണ്ടുപേരും ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുണ്ടായിരുന്നത്. ഹർമൻ പ്രീത് സിംഗിനെയും ലവ്ലീന ബോർഗോഹെയ്നെയും ഓർത്തു വയ്ക്കുക. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയവരാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും, സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഉയർത്തിയത് ആരാണ്? അത് PR ശ്രീജേഷ് ആണ്. ഹോക്കി താരമായിട്ടുള്ള PR ശ്രീജേഷ് ആണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ ഫ്ലാഗ് ഏന്തിയിട്ടുണ്ടായിരുന്നത്, ഇന്ത്യൻ പതാക ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് ആരാണ്? ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ താരത്തെ കുറിച്ച് ചോദിക്കും. അത് ചൈനയുടെ നീന്തൽ താരമായിട്ടുള്ള ചാങ് യുഫേയി ആണ്. ആരാണ്? ചാങ് യുഫേയി ആണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ താരം എന്ന് പറയുന്നത്. ഏഷ്യൻ ഗെയിംസിലെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ താരം എന്ന് പറയുന്നത് ചൈനയുടെ നീന്തൽ താരമാണ്. എന്താണ് പുള്ളിക്കാരത്തിയുടെ പേര്? ചാങ് യുഫേയി എന്ന് പറയുന്നതാണ് കേട്ടോ. ചാങ് യുഫേയി ആണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ
ചൈനയുടെ നീന്തൽ താരം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഏഷ്യൻ ഗെയിംസിന്റെ ബേസിക് ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ നമ്മൾ പരിചയപ്പെട്ടു. എവിടെയാണ് നടന്നത്, എന്ന് തൊട്ടാണെന്ന് പഠിച്ചു, ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ എന്താണ് എത്ര രാജ്യങ്ങൾ മാറ്റുരച്ചു, എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് നമ്മൾ പഠിച്ചു. ഈ വക ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ പറ്റുന്ന മേഖലകൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങളിലേക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഈ ഭാഗത്തു നിന്നായിരിക്കും ഏഷ്യൻ ഗെയിംസിനെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻസ് കൂടുതലും വരുന്നത്. ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ പറയാൻ നേരത്തെ ഒരു കാര്യം മനസ്സിലാക്കി നിങ്ങൾ വെച്ചോ. ഏഷ്യൻ ഗെയിംസിൽ ഒരു പതിപ്പിൽ 100 അതിലധികമോ മെഡൽ നേടുന്നാൽ 4ാമത്തെ രാജ്യമായിട്ട് ആര് മാറി? നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. അപ്പൊ ഏഷ്യൻ ഗെയിംസിന്റെ ഒരു പതിപ്പില് 100 അതിലധികമോ മെഡൽ നേടുന്ന 4ാമത്തെ രാജ്യമായിട്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ചൈന, ജപ്പാൻ, കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഏഷ്യൻ ഗെയിംസിൽ ഒരു പതിപ്പിൽ 100 അതിലധികമോ മെഡൽ നേടുന്ന 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണെന്ന് ഇവിടെ ഓർത്തു വെക്കണം. എത്ര മെഡലുകളാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം എന്ന് പറയുന്നത്? 107 മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. എത്ര മെഡലുകൾ നേടിയിട്ടുണ്ട്? 107 മെഡലുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. ഇതിന്റെ അകത്ത് 28 സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 38 വെള്ളി മെഡലും 41 വെങ്കല മെഡലും. ടോട്ടൽ എത്ര മെഡൽ നേടി? 107 മെഡലുകളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത്. അപ്പൊ ഏഷ്യൻ ഗെയിംസിന്റെ ഒരു പതിപ്പിൽ 100 അതിലധികമോ മെഡൽ നേടുന്ന 4ാമത്തെ രാജ്യം എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് ഇന്ത്യ ഉയർന്നിട്ടുണ്ട്. ടോട്ടൽ 107 മെഡലുകളാണ്. 28 സ്വർണം, 38 വെള്ളി, അതുപോലെ തന്നെ 41 വെങ്കലം ഉൾപ്പെടെ എത്രയാണ്? 107 മെഡലുകൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൈന, ജപ്പാൻ, കൊറിയ എന്നീ രാജ്യങ്ങൾക്ക് ശേഷമാണ് 4ാം സ്ഥാനത്തേക്ക് ആര് വന്നിട്ടുള്ളത്? നമ്മുടെ ഇന്ത്യയും വന്നിട്ടുള്ളത്. 41 ഇനങ്ങളിലായി 655 കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് മത്സരിച്ചത്. ഇതുവരെ നടന്ന ഏഷ്യാഡിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രാതിനിധ്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പൊ 2023 ചൈനയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ 41 ഇനങ്ങളിലായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 655 കായിക താരങ്ങളാണ് മത്സരിച്ചത്. ഇതുവരെ നടന്ന ഏഷ്യാഡിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രാതിനിധ്യമായിരുന്നു ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു പ്രാതിനിധ്യം, 2023 പ്രാതിനിധ്യം എന്ന് പറയുന്നത്. ഇനി ഒരൊറ്റ ഏഷ്യൻ ഗെയിംസിൽ 3 സ്വർണം എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഓജസ് പ്രവീണും ജ്യോതി സുരേഖയുമാണ്. അമ്പെയ്ത്ത് കേട്ടോ, അമ്പെയ്ത്തിലാണ് ഒരൊറ്റ ഏഷ്യൻ ഗെയിംസിൽ 3 സ്വർണം എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ താരങ്ങൾ. ഒന്ന് ഓജസ് പ്രവീണും അതുപോലെ തന്നെ ജ്യോതി സുരേഖ അമ്പെയ്ത്താണെന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പൊ ഇങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലെ. ഒരൊറ്റ ഏഷ്യൻ ഗെയിംസിൽ 3 സ്വർണം എന്ന അപൂർവ നേട്ടമാണ്. അപ്പൊ ഓജസോടെ കൃത്യമായിട്ടുള്ള രേഖയിൽ കളിച്ച് 3 സ്വർണം നേടിയിരിക്കുകയാണ്. ഓജസോടുകൂടി കൃത്യമായിട്ടുള്ള രേഖയിൽ കളിച്ച് ഓജസ് പ്രവീണും ജ്യോതി സുരേഖയും എന്താണ്? 3 സ്വർണം നേടിയിട്ടുണ്ട് ഏഷ്യൻ ഗെയിംസിൽ കേട്ടോ. ഓർത്തു വെച്ചേക്കണം, ഇന്ത്യയിൽ നിന്നുള്ള താരങ്ങളാണ്. ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ ദിനത്തിൽ ഇരട്ട മെഡൽ നേടിയ ഷൂട്ടിംഗ് താരം ആരാണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യ ദിനത്തിൽ ഇരട്ട മെഡൽ നേടിയത് ആരാന്ന് ചോദിച്ചാൽ അത് രമിത ജിണ്ടാൽ ആണ്. 10 മീറ്റർ എയർ റൈഫിൾ വെള്ളി മെഡലാണ് നേടിയിട്ടുള്ളത്. 10 മീറ്റർ എയർ റൈഫിൾ വെള്ളി മെഡലാണ് ആര് നേടിയത്? ജിണ്ടാൽ നേടിയിട്ടുള്ളത്. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ആദ്യ ദിനത്തിൽ ഇരട്ട മെഡലാണ് കേട്ടോ നേടിയിട്ടുള്ളത്. ആരാണ്? രമിത ജിണ്ടാൽ ആണ്. എങ്ങനെ ഓർത്തു വെക്കാൻ പറ്റും നമുക്ക്? ഏഷ്യൻ ഗെയിംസിൽ മിതമായിട്ട് കളിച്ച് ജിണ്ടാൽ നേടിയ മെഡല് ഡബിൾ ആണ് എന്ന് ഓർത്താ മതി. അപ്പൊ ഏഷ്യൻ ഗെയിംസിൽ ആദ്യ ദിനത്തിൽ തന്നെ മിതമായിട്ട് കളിച്ച് ജിണ്ടാൽ നേടിയ മെഡൽ എത്രയാണ്? ഡബിൾ ആണ് എന്ന് ഓർത്താ മതി. ആദ്യ ദിനത്തിൽ തന്നെ ഇരട്ട മെഡൽ നേടിയ ഷൂട്ടിംഗ് താരമാണ് ആരെന്ന് പറയുന്നത്? രമിത ജിണ്ടാൽ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ഇനി ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ആരൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കണം. ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയ ആളുകൾ 3 പേരുണ്ട്. രുദ്രാജ് പട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, ദിവ്യാൻഷ് സിംഗ് പൻവാർ എന്നിവർക്കാണ് എന്ത് കിട്ടിയത്? ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയവരെന്ന് പറയുന്നത്. രുദ്രാജ് പട്ടീൽ, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, ദിവ്യാൻഷ് സിംഗ് പൻവാർ എന്നിവരാണ്. എങ്ങനെ പഠിച്ചു വെക്കും? ആദ്യ സ്വർണ്ണാണ് അല്ലെ ഇന്ത്യക്ക് വേണ്ടി ഏഷ്യൻ ഗെയിംസിലെ ആദ്യ സ്വർണ്ണാണ് ഈ 3 പേരും നേടിയിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കും നിങ്ങൾ. രുദ്രാക്ഷമിട്ട് ഐശ്വര്യത്തോടെ
പവൻ സ്വർണം നേടി അല്ലെ. എത്ര പവനാണെന്നൊന്നുമില്ല, ഒരു പവൻ സ്വർണം നേടിയെന്ന് ഓർത്താൽ മതി. എന്ത് 2 പവനോ 1 പവനോ സ്വർണം നേടി. ആദ്യ സ്വർണമാണ് നേടിയിട്ടുള്ളത്. അപ്പൊ 1 പവൻ സ്വർണം നേടി. രുദ്രാക്ഷമിട്ട് രുദ്രാക്ഷ് പട്ടീല ഐശ്വര്യത്തോടെ ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, ദിവ്യാൻ സിംഗ് പൻവർ 1 പവൻ സ്വർണം നേടി. ആദ്യ സ്വർണമാണ്. പവൻ പൻവാറിനെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കണം. 3 പേരെ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചോണം. എന്താണ് നമ്മൾ പറഞ്ഞത്? ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയവരാണ് രുദ്രാക്ഷ് പട്ടീല, ഐശ്വര്യ പ്രതാപ് സിംഗ് തോമർ, ദിവ്യാൻ സിംഗ് പൻവാർ. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ അടുത്തതിലേക്ക് പോകാം. അതാ നമ്മൾ അടുത്തതിലേക്ക് വന്നു. അടുത്ത നമ്മൾ പഠിക്കുന്നത് അശ്വാഭ്യാസം. 19ാമത് ഏഷ്യാഡില് 41 വർഷത്തിനു ശേഷമാണ് എന്താണ് ഈ കായിക ഇനത്തിൽ ഇന്ത്യക്ക് സ്വർണം നേടാനായത്. അപ്പൊ 19ാമത് ഏഷ്യൻ ഗെയിംസില് 2023 നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസില് 41 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ഏത് കായിക ഇനത്തിലാണ് സ്വർണം നേടിയെന്ന് ചോദിച്ചാൽ അത് അശ്വാഭ്യാസത്തിനാണ് കേട്ടോ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? 41 വർഷത്തിന് ശേഷമാണ് അശ്വാഭ്യാസത്തിൽ എന്ത് നേടുന്നത്? ഇന്ത്യ സ്വർണം നേടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്ത് പറയണം? ഇന്ത്യക്ക് സ്വർണ്ണ മെഡലാണ് കേട്ടോ കിട്ടിയത്. അശ്വാഭ്യാസമാണ് 19ാമത് ഏഷ്യാഡിലാണ് കിട്ടിയത്. 41 വർഷത്തിന് ശേഷമാണ്. സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആകും. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നാൽ പുരുഷന്മാരുടെ T20 ക്രിക്കറ്റിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ക്യാപ്റ്റൻ ആരായിരുന്നു? ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. ഋതുരാജ് ഗെയ്ക്വാദ് ആണെന്ന് ഓർത്ത് വെച്ചേക്ക. ഇനി വനിതകളുടെ T20 ക്രിക്കറ്റിൽ സ്വർണം നേടിയത് അതും ഇന്ത്യയാണ്. ആരായിരുന്നു ക്യാപ്റ്റൻ? ഹർമൻപ്രീത് കൗർ ആണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? പുരുഷന്മാരുടെ T20 ക്രിക്കറ്റിൽ സ്വർണം നേടിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. വനിതകളുടെ T20 ക്രിക്കറ്റിൽ സ്വർണം നേടിയതും ആരാണ്? ഇന്ത്യയാണ്. ഇനി വനിതകളുടെ കബഡിയിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇനി പുരുഷന്മാരുടെ കബഡിയിൽ സ്വർണം നേടിയത് ആരാണ്? അതും ഇന്ത്യയാണ്, ഒരു സംശയമില്ല. ഇനി പുരുഷന്മാരുടെ ഹോക്കിയിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. എന്നാൽ വനിതകളുടെ ഹോക്കിയിൽ ഇന്ത്യക്ക് നേടാൻ പറ്റിയത് എന്താണ്? സ്വർണമല്ല. തെറ്റിപ്പോകരുത്, സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളെ തെറ്റിക്കും. അവിടെ നേടാൻ പറ്റിയത് വെങ്കല മെഡൽ ആയിരുന്നു കേട്ടോ. വെങ്കല മെഡലാണ് നേടിയത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പുരുഷന്മാരുടെ T20 ക്രിക്കറ്റിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. വനിതകളുടെ T20 ക്രിക്കറ്റിൽ സ്വർണം നേടിയ രാജ്യം ഇന്ത്യയാണ്. ഏഷ്യൻ ഗെയിംസിലാണ് കേട്ടോ. വനിതകളുടെ കബഡിയിൽ സ്വർണം നേടിയത് ഇന്ത്യയാണ്. പുരുഷന്മാരുടെ കബഡിയിൽ സ്വർണം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ പുരുഷന്മാരുടെ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യ ആണെങ്കിലും വനിതകളുടെ ഹോക്കിയിൽ എന്താണ് ഇന്ത്യക്ക് ലഭിച്ചത്? വെങ്കല മെഡലാണ്. ഓർത്തു വെച്ചേക്കണം, മറന്നുപോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് അല്ലേ? ഇനി 19ാമത് ഏഷ്യാഡിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയ കായിക ഇനം ഏതായിരുന്നു? ഇവിടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഇവിടെ എന്താടാ ചോദിച്ചിരിക്കുന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക ഇനമാണ്. സ്വർണ്ണ മെഡൽ, നോട്ട് ദ പോയിന്റ്, സ്വർണ്ണ മെഡൽ നേടിയത് അത് ഷൂട്ടിങ്ങിലാണ്. 7 സ്വർണമാണ് നേടിയിട്ടുള്ളത്. ഇവിടെയൊക്കെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ഇന്ത്യയാണെന്ന് നമ്മൾ പഠിക്കാൻ നേരത്ത് സ്വർണം കിട്ടിയത് ഇന്ത്യക്കാണ്, സ്വർണം കിട്ടിയത് ഇന്ത്യക്കാണെന്ന് പഠിക്കാൻ നേരത്ത് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. വനിതകളുടെ ഹോക്കിയിൽ ഇന്ത്യക്ക് ഏത് മെഡലാണ്? നമ്മൾ അറിയാണ്ട് പറഞ്ഞു. പുരുഷന്മാരുടെ ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ ആണെങ്കിൽ വനിതകളുടെ ഹോക്കിയിലും ചിലപ്പോൾ സ്വർണ്ണ മെഡൽ ആണെന്ന് നമ്മൾ അങ്ങയുടെ മൈൻഡിലേക്ക് അങ്ങ് വരും. കാരണം ബാക്കി എല്ലായിടത്തും എന്താണ് നമ്മൾ സ്വർണ്ണ മെഡൽ കിട്ടി എന്ന് പഠിച്ചു വന്നിട്ട് ഇവിടെയും സ്വർണ്ണ മെഡൽ ആണെന്നൊരു ചിന്ത നമ്മളിലേക്ക് വരും. പക്ഷെ വനിതകളുടെ ഹോക്കിയിൽ ഇന്ത്യക്ക് കിട്ടിയത് വെങ്കല മെഡൽ ആയിരുന്നു. ഇങ്ങനെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് വരുന്നത്. ഇവിടെയും കൺഫ്യൂഷൻ വരും. എത്ര സ്വർണ്ണ മെഡൽ നേടിയത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ ഏതിനത്തിലാണെന്ന് ചോദിച്ചാൽ അവിടെയും നമുക്ക് കൺഫ്യൂഷൻ വരും. ഷൂട്ടിങ്ങിലാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയത്. 7 സ്വർണമാണ് നേടിയിട്ടുള്ളത്. ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത്, ഇത് രണ്ടും തമ്മിലായിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയത് ഏതിനാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം പറയുക, ഷൂട്ടിങ്ങിനാണെന്ന് പറയുക. 7 സ്വർണമാണ് നേടിയത്. ഇനി ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത്, അവിടെ ക്വസ്റ്റ്യൻ മാറുന്നു. ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് എന്തിനാണെന്നൊരു ചോദ്യം വന്നാൽ അത് അത്ലറ്റിക്സിനാണ് നേടിയിട്ടുള്ളത്. ഏതിനാണ്? അത്ലറ്റിക്സിനാണ് നേടിയിട്ടുള്ളത്. 26 മെഡലാണ്. അവിടെ 6 സ്വർണമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത് കേട്ടോ. അത്ലറ്റിക്സിലാണ് 26 മെഡലാണ് നേടിയിട്ടുള്ളത്. അവിടെ എത്ര സ്വർണം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? 6 സ്വർണമാണ് നേടിയത് ഇന്ത്യ എന്ന് ഓർത്തു വെച്ചേക്കാം.
ഇനി ഏഷ്യൻ ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി വനിതകളുടെ ഷോട്ട് പുട്ടിൽ മെഡൽ നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ കിരൺ ബലിയാനാണ്. വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത്. ആരാണ്? കിരൺ ബലിയാൻ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകളുടെ ഷോട്ട് പുട്ടിൽ മെഡൽ നേടിയ താരം എന്ന് പറയുന്നത് കിരൺ ബലിയാൻ ആണ്. നല്ല ബലമുള്ള ഒരു വനിതയ്ക്കാണ് കിട്ടിയതെന്ന് ഓർത്താൽ മതി. ഷോട്ട് പുട്ടൊക്കെ എറിയണമെങ്കിൽ എന്താണ്? നല്ല ബലം വേണോ അല്ലെ? അപ്പൊ കിരൺ ബലിയാൻ എന്തുണ്ട്? നല്ല ബലം ഉണ്ടെന്ന് ഓർത്താൽ മതി. നല്ല ബലം ഉള്ള ഒരു വനിതയ്ക്കാണ് ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് വനിതകളുടെ ഷോട്ട് പുട്ടിൽ എന്താണ് മെഡൽ നേടുന്ന താരമായിട്ട് കിരൺ ബലിയാൻ വന്നിട്ടുള്ളത്. ഏത് മെഡലാ നേടിയത്? വെങ്കല മെഡലാണ് നേടിയിട്ടുള്ളത്. അടുത്തതിലേക്ക് വരാൻ നമുക്ക്. ചരിത്രത്തിൽ ആദ്യമായി ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സ്വർണം നേടിയ താരമാരാണ്? ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സ്വർണം നേടിയ താരങ്ങൾ ചോദിച്ചാൽ സാത്വിക് സായിരാജ്, ചിരാഗ് ഷെട്ടിയുമാണ്. സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണ് എന്തില്? ബാഡ്മിന്റണിൽ പുരുഷ ഡബിൾസിൽ സ്വർണം നേടിയ താരങ്ങൾ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ സ്വർണം നേടിയ താരങ്ങൾ ആരൊക്കെയാണ്? സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടിയുമാണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിൽ ചരിത്രത്തിൽ ആദ്യമായി ഗോൾഫിൽ മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരം ആരാണ്? ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമായി ഗോൾഫിന് മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരം അദിതി അശോക് ആണ് കേട്ടോ. അദിതി അശോക് ആണ്. എന്തിനാണ്? ഗോൾഫിന് മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരമാണ്. എടാ ഓർത്തു വെക്കാൻ സിമ്പിൾ ആണ്, ഇത്രയും ഓർത്താ മതി. ഗൾഫിൽ നിന്ന് അതിഥിയായിട്ട് ഇവിടെ വന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയിൽ വന്ന് ഏഷ്യൻ ഗെയിംസിൽ ദാ മെഡലും മേടിച്ചുകൊണ്ട് ആര് പോയി? അദിതി അശോക് പോയെന്ന് ഓർത്താ മതി. ഗൾഫിൽ നിന്ന് അതിഥിയായിട്ട് വന്ന് ഇന്ത്യയിൽ വന്ന് ഏഷ്യൻ ഗെയിംസിൽ 2023 ഏഷ്യൻ ഗെയിംസിൽ മെഡലും മേടിച്ചുകൊണ്ട് ആര് പോയി? അദിതി പോയി. ഗോൾഫിനാണെന്ന് ഓർത്തു വെച്ചേക്ക. ഗോൾഫിനാണ് മെഡൽ നേടിയിട്ടുള്ളത്. ഇന്ത്യൻ വനിതാ താരമാണ് അദിതി അശോക് എന്ന് പറയുന്നത്. സെറ്റല്ലേ? അടുത്തതിലേക്ക് വന്നാൽ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് തെജീന്ദർ സിംഗ് റൂർ ആണ്. ആരാണ്? തെജീന്ദർ സിംഗ് റൂർ ആണ് ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം എന്ന് പറയുന്നത്. ഗോൾഫിനാണ് അദിതി അശോക് നേടിയിട്ടുള്ളത്. മാറിപ്പോരുത് കേട്ടോ, എല്ലാം കറക്റ്റ് ആയിട്ട് ആർക്കൊക്കെ എന്തിനൊക്കെയാണ് കിട്ടിയെന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ വനിതകളുടെ 500 മീറ്ററിൽ സ്വർണം നേടിയ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് പാരുൾ ചൗധരിയാണ്. എന്തിനാണ്? വനിതകളുടെ 500 മീറ്ററിൽ സ്വർണം നേടിയ താരം ആരാണ്? പാരുൾ ചൗധരിയാണ്. ഇനി ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയ താരങ്ങൾ അത് രോഹൻ ബൊപ്പണ്ണയും അതുപോലെ തന്നെ ഋതുജ ഫോസലയുമാണ് അല്ലെ. രോഹൻ ബൊപ്പണ്ണയും ഋതുജ ഫോസലയുമാണ് ടെന്നീസ് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയ താരങ്ങൾ എന്ന് പറയുന്നത്. രോഹൻ ബൊപ്പണ്ണയും ഋതുജ ഫോസലയുമാണ്. എന്തിലാണ്? ടെന്നീസ് മിക്സഡ് ഡബിൾസിലാണ്. അടുത്തതിലേക്ക് വന്നാൽ പുരുഷന്മാരുടെ ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയത് ദ വൺ ആൻഡ് ഓൺലി ആരാണ്? നീരജ് ചോപ്രയാണ് അല്ലെ. നമ്മുടെ ജാവലിംഗ് ത്രോ താരമായിട്ടുള്ള ഇന്ത്യയുടെ ജാവലിംഗ് ത്രോ താരമായിട്ടുള്ള നീരജ് ചോപ്രയാണ് പുരുഷന്മാരുടെ ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയ താരം എന്ന് പറയുന്നത്. നീരജ് ചോപ്രയാണ്, ഓർത്തു വെച്ചേക്കണം. ഇനി വനിതകളുടെ ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? അത് അന്നു റാണിയുമാണ്. അതാരാണ്? അന്നു റാണിയാണ്. വനിതകളുടെ ജാവലിംഗ് ത്രോയിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? അത് അന്നു റാണിയും. പുരുഷന്മാരുടെ ജാവലിംഗ് ത്രോയിൽ ആരാണ്? അത് നീരജ് ചോപ്രയുമാണ്. സംശയമൊന്നുമില്ലല്ലോ, അന്നു റാണിയും നീരജ് ചോപ്രയും. വനിതകളുടെ അന്നു റാണി, പുരുഷന്മാരുടെ ജാവലിംഗ് ത്രോ നീരജ് ചോപ്ര. സെറ്റ്. അടുത്തതിലേക്ക് വന്നാൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം ആരാണ്? ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം എന്ന് പറയുന്നത് സഞ്ജന ബാത്തുല. 15 വയസ്സാണ് കേട്ടോ ഉള്ളത്. സഞ്ജന ബാത്തുലയാണ്. ഇത്രയുള്ള സഞ്ജന ജനിച്ചു വീണ കുട്ടിയാണെന്ന് ഓർത്താൽ മതി. സഞ്ജന എങ്ങനെയാണ്? ജനിച്ചു വീണ കുട്ടിയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കായിക താരം സഞ്ജനയാണെന്ന് ഓർത്തു വെക്കാലോ. സഞ്ജന ബാത്തുലയാണ്. സഞ്ജന എന്താണ്? ജനിച്ചു വീണ കുട്ടിയാണെന്ന് ഓർത്തു വെച്ചാൽ മതി. സെറ്റാണ്. ഇനി ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കൂടിയ കായിക താരം ജഗ്ഗി ശിവദാസിനിയാണ് കേട്ടോ. ജഗ്ഗി ശിവദാസിനിയാണ് ഏറ്റവും പ്രായം കൂടിയ കായിക താരം എന്ന് പറയുന്നത്. 65 വയസ്സാണ് പ്രായം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏറ്റവും പ്രായം കൂടിയ കായിക താരം ജഗ്ഗി ശിവദാസിനിയാണ്. 65 വയസ്സാണ് പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തെ താരങ്ങളുടെ വിസയാണ് ചൈന റദ്ദാക്കിയത് എന്നാണ്. ഏഷ്യൻ ഗെയിംസിലെ ഏത് ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ഏഷ്യൻ ഗെയിംസിൽ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള താരങ്ങളുടെ വിസയാണ് ഏഷ്യൻ ഗെയിംസിൽ ചൈന റദ്ദാക്കിയതെന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. അരുണാചൽ പ്രദേശ് ആണെന്ന് ഓർത്തു വെച്ചാൽ ചിലപ്പോൾ എന്താണ് വൺ വേഡ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് ഇത് ചിലപ്പോൾ എടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏത് സംസ്ഥാനത്തെ താരങ്ങളുടെ വിസയാണ് ചൈന റദ്ദാക്കിയത്? അത് അരുണാചൽ പ്രദേശിന്റെ ആണ് കേട്ടോ. ഇനി മലയാളി സാന്നിധ്യങ്ങളിലേക്ക് വരാൽ ഏഷ്യൻ ഗെയിംസിൽ
ഗെയിംസിലെ മലയാളി സാന്നിധ്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 19ാമത് ഏഷ്യാഡിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി നേടിയ താരം എന്ന് പറയുന്നത് എം ശ്രീശങ്കർ ആണ്. ആരാണ്? എം ശ്രീശങ്കർ ആണ് നേടിയിട്ടുള്ളത്. 19ാമത് ഏഷ്യാഡിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി നേടിയ താരം മലയാളി സാന്നിധ്യത്തിൽ എം ശ്രീശങ്കറിനെ കുറിച്ച് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇനി 80 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയത് മുഹമ്മദ് അഫ്സൽ ആണ്. 80 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? മുഹമ്മദ് അഫ്സൽ ആണ് നേടിയിട്ടുള്ളത്. അടുത്തത് മിക്സഡ് 4x400 മീറ്റർ റിലേ വെള്ളി മെഡൽ നേടിയത് ആരാണ്? മുഹമ്മദ് അജ്മൽ ആണ് നേടിയിട്ടുള്ളത്. ആരാണ്? മുഹമ്മദ് അജ്മൽ ആണ്. മിക്സഡ് 4x400 മീറ്റർ റിലേ വെള്ളി മെഡൽ നേടിയ താരം മുഹമ്മദ് അജ്മൽ ആണ്. ഇനി 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? അത് ജിൻസൺ ജോൺസൺ ആണ് അല്ലെ. ജിൻസൺ ജോൺസൺ ആണ് 1500 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ളത്. നോട്ട് ദ പോയിന്റ്. ആരാണ്? ജിൻസൺ ജോൺസൺ ആണ്. ഇനി ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് HS പ്രണോയി ആണ്. ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കല മെഡൽ നേടിയത് ആരാണ്? അത് HS പ്രണോയി ആണെങ്കിൽ വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ആൻസി സോജൻ ആണ് അല്ലെ. വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? ആൻസി സോജൻ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു കാര്യം പഠിച്ചല്ലോ, പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് എം ശ്രീശങ്കർ ആണ് അല്ലെ. രണ്ടും മലയാളികളാണ്. പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് എം ശ്രീശങ്കർ ആണെങ്കിൽ വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ആരാണ്? ദാ ഇവിടെ ആൻസി സോജനുമാണ്. ആൻസി സോജനുമാണെന്ന് ഓർത്തു വെച്ച് പഠിച്ചോണം. ഓക്കെ, അടുത്തത് ലാസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയില് സ്വർണം നേടിയ താരങ്ങള് മുഹമ്മദ് അജ്മൽ, രാജേഷ് രമേശ്, അതുപോലെ തന്നെ മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ് എന്നിവരാണ് പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേ സ്വർണം നേടിയത്. മുഹമ്മദ് അജ്മലിനെ ഓർത്ത് വെച്ചേക്ക, രാജേഷ് രമേശ്, അതുപോലെ തന്നെ മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ്. ഇവരെ 3 പേരെയും നമുക്ക് കോഡിട്ട് പഠിക്കണ്ടേ? നമ്മുടെ എന്താ മെയിൻ ആയിട്ടുള്ളത്? നമുക്ക് എപ്പോഴും എന്താണ് കറണ്ട് അഫേഴ്സ് നമ്മൾ കോഡിട്ട് പഠിക്കുന്ന ആളുകളാണ്. അപ്പൊ പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയില് പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയില് മല്ലൻ രമേശ് അനായാസമായിട്ട് കപ്പടിച്ചു. ഇതാണ് നമ്മുടെ കോഡെന്ന് പറയുന്നത്. മല്ലൻ അജ്മലിനെ ഓർത്ത് വെക്കുക, രമേശിനെ തന്നെ രാജേഷ് രമേശിനെ ഓർത്ത് വെക്കുക, അനായാസമായിട്ട് മുഹമ്മദ് അനസ്, കപ്പടിച്ചു അമോജ് ജേക്കബ്. അപ്പൊ പുരുഷന്മാരുടെ 4x400 എവിടെയാണ്? ഏഷ്യൻ ഗെയിംസിലാണ് പുരുഷന്മാരുടെ 4x400 മീറ്റർ റിലേയിലെ സ്വർണം നേടിയത് മല്ലൻ രമേശ്. അനായാസമായിട്ട് എന്തടിച്ചു? കപ്പടിച്ചു. സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റാണ്. അങ്ങനെ നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കോഡും കാര്യങ്ങളൊക്കെ വെച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഓരോരുത്തർക്കും കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ മാറിപ്പോവാതെ തന്നെ പഠിക്കണം കേട്ടോ. എവിടെയാണ് ഇപ്പം T20 നമ്മുടെ ഏഷ്യൻ ഗെയിംസിലെ T20 ക്രിക്കറ്റില് പുരുഷന്മാരുടെ T20 ക്രിക്കറ്റിലെ സ്വർണം നേടിയത് ഇന്ത്യ, വനിതകളുടെ T20 ക്രിക്കറ്റിലെ സ്വർണം നേടിയത് ഇന്ത്യ, അതുപോലെ തന്നെ ഹോക്കിയിൽ സ്വർണം നേടിയത്. ഇങ്ങനെ പഠിച്ചു വരാൻ നമ്മൾ എന്താണ് അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും കബഡിയിൽ സ്വർണം നേടിയത്, വനിതകളുടെ കബഡിയിൽ സ്വർണം നേടിയത്, പുരുഷന്മാരുടെ കബഡിയിൽ സ്വർണം നേടിയത് ഇന്ത്യ ആണെന്നൊക്കെ പഠിച്ചു വന്ന് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ പുരുഷന്മാരുടെ ഹോക്കിയിൽ ഇന്ത്യ നേടിയത് സ്വർണം നേടിയത്, പുരുഷന്മാരുടെ ഹോക്കിയിൽ സ്വർണം നേടിയത് ഇന്ത്യ ആണെന്നും വനിതകളുടെ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡലാണ് നേടിയതെന്നും ഒരു തെറ്റിദ്ധാരണ വരും. പക്ഷെ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു? വനിതകളുടെ ഹോക്കിയിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ അല്ല, മറിച്ച് എന്തായിരുന്നു? വെങ്കല മെഡലാണ്. അതുപോലെ തന്നെ എന്താണ് മെഡൽ നേടിയ ഇനത്തിലും എന്താണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയ ഇനം എന്ന് പറയുന്നത് ഷൂട്ടിങ്ങും, ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഇനം എന്ന് പറയുന്നത് അത്ലറ്റിക്സുമാണ്. അവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാം, മാറിപ്പോകരുത്, കറക്റ്റ് ആക്കി വെച്ചേക്കണം. ഇന്ത്യ ടോട്ടലി എത്ര മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു? 107 മെഡലുകളാണ് അവിടെ നേടിയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു എത്ര സ്വർണം, എത്ര വെള്ളി, എത്ര വെങ്കലം. ഇതും കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കൂടെ ഒരു കാര്യം കൂടി, 2026 വരാൻ പോകുന്ന അടുത്ത ഏഷ്യൻ ഗെയിംസ് എവിടെയാണ് വേദിയാകുന്നത്? അത് ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ് വേദിയാകുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. 2026 അടുത്ത ഏഷ്യൻ ഗെയിംസ് വരാൻ പോകുന്നത്. അത് എവിടെയാണ് വേദിയാകുന്നത്? ജപ്പാനാണ് അതിന്റെ വേദിയാകുന്നത്. 2022 നടക്കേണ്ട ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. ഈ ഏഷ്യൻ ഗെയിംസിന്റെ വേദിയായത് ചൈനയാണ്. സെറ്റാണ്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണെങ്കിൽ ഏഷ്യൻ ഗെയിംസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിൽ നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടല് 2026 ഏഷ്യൻ ഗെയിംസ് കൂടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ശേഷം എന്താണ് ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് 2026 കുറിച്ച് നമുക്ക് ഇതുപോലൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കറണ്ട് അഫേഴ്സ് എല്ലാവരും നല്ല ഉഷാറായിട്ട്, വളരെ ആക്റ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്ത് വളരെ രസകരമായി
കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ഒരു കറണ്ട് അഫേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഹോട്ട് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.